പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ മഹ്ശറിലേക്ക് എത്തുമ്പോൾ തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് കുടിപ്പിക്കുകയാണ്. ഇന്നലില്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖംറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് മിനിങ്ങി നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, സഹോദരിമാരില്ലേ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അവനെ തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് കുടിപ്പിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖാലൂ വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്. നാളെ കത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിയിട്ട് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ലഹരി നുണഞ്ഞിട്ടുള്ള MDMA LSD അടക്കം മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വീടിന്റെ അകത്തലങ്ങൾ പ്രയാസം സൃഷ്ടിച്ചതാകുന്ന ഭർത്താക്കന്മാരില്ലേ, ഭാര്യമാരുടെ ഉറക്കം കെടുത്തിയവരില്ലേ, മാതാപിതാക്കളെ ചീത്ത വിളിച്ചവരില്ലേ, പറഞ്ഞാൽ അനുസരണയില്ലാത്ത മക്കളില്ലേ, തെമ്മാടികളും റൗഡികളുമായി സമുദായത്തിന് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ നിലകൊണ്ടതാകുന്ന ചെറുപ്പക്കാരില്ലേ, അവർക്ക് അല്ലാഹു കുടിപ്പിക്കുന്ന ബ്രാൻഡാണ് തീനത്തുൽ ഖബാൽ. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ അറഖു അഹ്ലിന്നാർ ഔ സാറതു അഹ്ലിന്നാർ. നരകത്തിലേക്ക് എറിയപ്പെട്ടതാകുന്ന നരകാവകാശികൾ അവരുടെ കക്ഷത്തിലൂടെ ഗുഹ്യത്തിലൂടെ മുൻപിലൂടെ പിന്നിലൂടെയൊക്കെ ഒലിച്ചിറങ്ങുന്നതാകുന്ന ചീഞ്ചലമുല്ലയോ, നരകത്തിൽ കടന്ന് വെന്തുരുകുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന അതിവൃത്തിഹീനമാകുന്ന ഏറ്റവും വൃത്തികെട്ടതാകുന്ന ചീഞ്ചലമില്ലേ, അത് കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ചിട്ട് അവരുടെ തൊള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുമേ, അതാണ് തീനത്തുൽ ഖബാൽ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിച്ചെറിയുന്ന നരകാവകാശികളാകുന്ന വൻപാപികളായ ആളുകൾ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നതായ ശിർക്കിന്റെ വാഹകർ, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിച്ചവർ, കള്ളു കുടിച്ചുകൊണ്ട് ജീവിച്ചവർ, ലഹരി നുണഞ്ഞുകൊണ്ട് ജീവിച്ചവർ, വ്യഭിചരിച്ചുകൊണ്ട് നിലകൊണ്ടവർ, കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ശരീരമാസകലം കൊണ്ട് ഹറാമായ പ്രവർത്തനത്തിലേക്ക് അകപ്പെട്ടു പോയവർ, അവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ആ നരകത്തിലിട്ടുകൊണ്ട് അവരെ ഉരുക്കിയെടുക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ഏറ്റവും വൃത്തിഹീനമാക്കപ്പെട്ടതാകുന്ന വെള്ളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജ്യൂസ് അടിച്ചിട്ട് അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നവന് കൊടുക്കുന്ന ശിക്ഷയാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വൃത്തികെട്ട, അങ്ങേയറ്റം ദുർഗന്ധം വമിക്കുന്നതായ, ഏറ്റവും മോശപ്പെട്ടതാകുന്ന നരകാവകാശികളുടെ ചീഞ്ചലമാണത്. വല്ലാതെ പ്രയാസപ്പെടുകയാണ്. കുടിക്കാതെ മാറി നിൽക്കുന്നവന്റെ വാ തുറന്ന് സബാനിയാക്കളാകുന്ന മലക്കുകൾ അവന്റെ തൊള്ളയിലേക്ക് നിർബന്ധിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പഠിച്ചു വെക്കണേ ചരിച്ചിൽ ജമാഅത്തിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട്, സ്നേഹനിധികളാകുന്ന സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദിർ ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിനെ വരവേൽക്കാൻ തുടങ്ങുമ്പോ ലഹരിമുക്ത ജീവിതം നമ്മൾ നയിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അയ്യൂഖിയ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനി സ്വലാഹ് വഅനി സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. കള്ളുകുടിച്ച് ആറാടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി കള്ള് പരിപൂർണമായി ഒഴിവാക്കാൻ സൂറത്തുൽ മാഇദയിലെ ആയത്തോട് ഓതി കൊടുക്കുകയാണ്. നിങ്ങൾക്കിടയിൽ ദുർവൃത്തി നയിക്കുന്നത് പിശാചാണ്. കള്ളിലൂടെ, ലഹരിയിലൂടെ, ചൂതാട്ടത്തിലൂടെ നന്മയുടെ വാഹകരായി ജീവിച്ചിരുന്നതാകുന്ന സമുദായത്തെ തിന്മയുടെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് പിശാചാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. ഈ കള്ളും ഈ കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് മറ്റുള്ളവരോട് പകയാണ്. ഉമ്മ വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അടച്ചിട്ട റൂമിൽ ലാപ്ടോപ്പ് വെച്ച് നിലകൊള്ളുന്ന, മാരകമാകുന്ന MDMA ഉപയോഗിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരൻ, ഉമ്മയോട് വിദ്വേഷമാണ്, വെറുപ്പാണ്. വീട്ടിലുള്ളതാകുന്ന സാധന സാമഗ്രികൾ മുഴുവനും തല്ലി തകർക്കുകയാണ്. ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം
താല്പര്യപ്പെടുന്ന യുഗമുള്ള കാലഘട്ടമാണ്. ഇരുണ്ടിനെ വല്ലാതെ പ്രണയിക്കുന്ന മക്കളുള്ള കാലഘട്ടമാണ്. ഇരുളിനെ പ്രണയിക്കുകയാണ്, ഒറ്റയ്ക്കിരിക്കാനാണ് താല്പര്യം. വാദിന്റെ മജ്‌ലിസിലേക്ക് മക്കള് കടന്നു വരുകയില്ല. ഖുർആൻ ഓതാ മക്കളില്ല, ദിക്റിന്റെ മജ്‌ലിസിലില്ല, റാത്തീബിന്റെ മജ്‌ലിസിലില്ല, മൗലിദിന്റെ മജ്‌ലിസിലില്ല, വാദിന്റെ മജ്‌ലിസിലില്ല. ഔലിയാക്കളെ സ്നേഹിക്കലില്ല, അമ്പിയാക്കളെ ആദരിക്കലില്ല, മുതഅല്ലിമീങ്ങളോട് ബഹുമാനമില്ല, ഉലമാക്കളോട് അനാദരവാണ്. കള്ളാണവന്റെ ഹൃദയത്തിലുള്ളത്, ലഹരിയുടെ ഉന്മാദത്തിലാണ് നിലകൊള്ളുന്നത്. വയസുദ്ദകും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിനെ തൊട്ട് തടയുകയാണ്. ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിക്കാൻ മടിയാണ്. മോളെ നിസ്കരിക്കൂ എന്ന് ഉമ്മ പറയുമ്പോ 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാലും 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാലും മൊബൈൽ ഫോണിലൂടെ മോശപ്പെട്ട സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് അവളതാ നിലകൊള്ളുകയാണ്. ഉമ്മ നിസ്കരിക്കാൻ പറയുമ്പോ കേൾക്കാത്ത മക്കളാണ്. ഒരു കാലഘട്ടത്തിൽ ഉമ്മ എന്ന് പറഞ്ഞാലും കേട്ടിരുന്ന മകളാണ്. ഇന്ന് ഉമ്മയോട് ചാടി കടിക്കുകയാണ്, ദേഷ്യത്തിന്റെ വർത്തമാനം പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ വാപ്പയൊന്നും ഇഴിച്ചു നോക്കിയാൽ പേടിക്കുന്ന മകനാണ്. ഇന്ന് ലഹരിയുടെ ലോകത്താണ്. വാപ്പയോട് പേടിയില്ല, ഉമ്മയോട് സ്നേഹമില്ല, കരുണയോടുകൂടി വർത്തിക്കുന്നില്ല, കൂട്ടുകാരോട് ആദരവില്ല, ബഹുമാനം മുതിർന്നവരോടില്ല, എല്ലാവരോടും മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്. തന്തവൈബെന്ന വാക്ക് പറഞ്ഞുകൊണ്ട് മുതിർന്നവരെ കളിയാക്കുകയാണ്. മാതാപിതാക്കളെ തൃണവൽഗണിക്കുകയാണ്, അവഗണിക്കുകയാണ്. അവഗണനയുടെ ലോകത്തേക്ക് പുതിയ തലമുറ മാറുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാത്ത്. പരിശുദ്ധമായ റമളാൻ നിങ്ങൾക്ക് പടിവാതിക്കൽ എത്തിയിരിക്കുകയാണ്. ഇനിയും തെറ്റിലേക്ക് പോകുന്നതായ പ്രിയപ്പെട്ട മുസ്ലിമേ, എല്ലാ തെറ്റുകളും പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് പരിശുദ്ധമായ റമളാനിലേക്ക് കടന്നു വരണേ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ, കാരുണ്യത്തിന്റെ ദിനരാത്രങ്ങളുള്ള റമളാൻ, മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളുള്ള റമളാൻ. ഒരു നന്മ ചെയ്താൽ 70, 700, 7000, 7 ലക്ഷവും 7 കോടിയും അധികം പ്രതിഫലം നിന്റെ ഇഖ്ലാസിന്റെ വർണ്ണമലിപ്പം അനുസരിച്ച് ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ച റബ്ബ് നൽകുന്നതായ പരിശുദ്ധമായ റമളാൻ നന്മകൾ നേടിയെടുക്കണേ. ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഒരു ഫർദിന്റെ പ്രതിഫലമാണ്, ഒരു ഫർദിന് 70 ഇരട്ടി പ്രതിഫലമാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ കിട്ടുന്ന നേട്ടമാണ്. നോമ്പ് കാരണം നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ പടച്ച റബ്ബ് നോമ്പിന്റെ പ്രതിഫലം നിനക്ക് കൂടി രേഖപ്പെടുത്തുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന റമളാനാണ്, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കപ്പെടുന്ന റമളാനാണ്. വലിയതാകുന്ന പിശാചുക്കളെ ചങ്ങലക്കിട്ടുകൊണ്ട് പൂട്ടിയിടുന്നതായ റമളാനാണ്. നരകീയ മോചനപത്രം എല്ലാ രാത്രിയിലും നൽകുന്നതായ റമളാനാണ്. അവസാനത്തെ 10 പ്രത്യേകമായി ലൈലത്തുൽ ഖദ്ർ കൊണ്ട് ആദരിക്കപ്പെട്ടതായ റമളാനാണ്. നോമ്പ് നോറ്റാൽ വലിയതാകുന്ന ഇഖ്ലാസോടുകൂടിയാണ് എങ്കിൽ നിനക്ക് നിന്റെ പാപങ്ങൾ അല്ലാഹു അഖിലവും പുറത്തു നൽകുകയാണ്. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹു നിന്നെ പ്രാപ്തനാക്കുകയാണ്. അതിലേക്ക് നിനക്ക് എത്തണോ പ്രിയപ്പെട്ട മുസ്ലിമേ? ഈ പരിശുദ്ധമായ ശഅബാൻ മുതൽക്ക് നീ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? നിസ്കാരം ചിട്ടയാക്കണം. ഹൃദയം മറ്റുള്ള കറകളിൽ നിന്ന് മലീമസമായി കടക്കുന്നതായ എല്ലാ തിന്മകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധികലശം നടത്തണം. ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും വൈരമില്ല, അയൽവാസികളോടില്ല, സഹോദരങ്ങളോടില്ല, സഹോദരിമാരോടില്ല, മാതാപിതാക്കളോടില്ല, കൂട്ടുകാരോടില്ല, ബന്ധുക്കളോടില്ല, മുസ്ലിം സഹോദരങ്ങളോടില്ല, എല്ലാ മനുഷ്യരോടും ഒരേ കണ്ണോടുകൂടി കാണുകയാണ്. സ്നേഹസമസ്രമാകുന്ന പെരുമാറ്റത്തിലൂടെ പരിശുദ്ധമായ ശഅബാനിനെ വരവേൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമുണ്ടോ? എല്ലാവരോടും പൊരുത്തപ്പെടിച്ചുകൊണ്ട് ഹൃദയം ശുദ്ധികലശം നടത്തുന്നവരുണ്ടോ? നോമ്പിലൂടെ ആത്മീയമായ ശുദ്ധി കൈവരിക്കുമേ, സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കുമേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിട്ടപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽക്ക് നമ്മളൊരു നിയ്യത്തിലാവണം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അഹ്സിനു നിയ്യത്തക്കും, നിങ്ങളുടെ നിയ്യത്ത് നന്നാക്കണം, ഇങ്ങനെ റെഡിയാവുള്ളൂ. നിയ്യത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നിയത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. അല്ലാഹു
നല്ല നിയ്യത്ത് വെച്ച് പരിശുദ്ധമായ റമദാനിനെ വേണ്ട രീതിയിൽ പറഞ്ഞതിന് പ്രകാരം ശ്രദ്ധ ചെലുത്തി വരവേൽക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ. നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ തമാശയായിട്ട് കാണണ്ട. പഴയ കാലഘട്ട വാഴുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഇത്തരത്തിലുള്ള വാഴുകളാണ്, ഇത്തരത്തിലുള്ള നസീഹത്തുകളായിരുന്നു. അതൊക്കെ പോയി. വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ തലത്തിലും നമുക്ക് വിജയിക്കാൻ കാരണമായി തീരും. കാരണം ഒരു മുഅ്മിനും കാഫിറിനും ഇടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി, അടയാളം എന്ന് പറയുന്നത് ഏതാ? നിസ്കാരമാണ്. അലാമത്തുൽ മുഅ്മിനി വൽ കാഫിരി ബൈനൽ മുഅ്മിനി വൽ കാഫിരി അസ്സലാ. മുഅ്മിനിന്റെയും കാഫിറിന്റെയും അവിശ്വാസികൾക്കിടയിലുള്ള ആകെയുള്ള ഐഡന്റിറ്റി നിസ്കാരമാണ്. നിസ്കരിക്കുന്നത് കാണുമ്പോഴാണ് അവൻ മുഅ്മിൻ എന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട അമലും എല്ലാ ദിവസവും അനുവർത്തിക്കേണ്ട അമലും അത് തന്നെയാണ്. 17 റക്അത്താണ് ഒരു ദിവസം. എല്ലാ ദിവസവും ഫർള് നമസ്കാരങ്ങളിലൂടെ തന്നെ നമ്മൾ അല്ലാഹുവിലേക്ക് മുറുകേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ അതിനോട് തുടർത്തിക്കൊണ്ട് വരണം ദുഹാ നമസ്കാരം. എല്ലാ ദിവസവും 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുന്ന ശീലം നമുക്കുണ്ടാവണം. രാവിലെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു, wudu എടുത്ത് എന്തായാലും കുളിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ wudu ചെയ്യും. കുളിക്കുന്നതിന് മുമ്പാണ് wudu ചെയ്യേണ്ടത്. പലപ്പോഴും കുളി കഴിഞ്ഞിട്ടാണ് പലരും ചെയ്യുക. അങ്ങനെയല്ല, കുളിക്കുന്നതിന് മുമ്പ് wudu സുന്നത്താണ്, ശക്തിമത്തായ സുന്നത്താണ്. പിന്നെ കുളിക്കിടയ്ക്ക് അവന്റെ wudu പോയാൽ വീണ്ടും wudu പുതുക്കണം, wudu പുതുക്കണം. അങ്ങനെ wudu എടുത്തതിന് ശേഷം കൊണ്ട് ഇറങ്ങി നല്ല റാഹത്തായിട്ട് 2 റക്അത്ത് ദുഹാ നമസ്കരിക്കട്ടെ. രാവിലെ തന്നെ നല്ല റാഹത്തായിട്ട് സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് 2 റക്അത്ത് ദുഹാ നിസ്കരിക്കട്ടെ. ദുഹാ നമസ്കാരം വലിയ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഇതൊക്കെ കഴിഞ്ഞ റമദാനിൽ പലരും ചെയ്തതാണ്. പിന്നെ റമദാൻ കഴിഞ്ഞപ്പോൾ മതിയാക്കി. കഴിഞ്ഞ റമദാനിൽ പലരും വിത്ർ നമസ്കരിച്ചവരാണ്, അല്ലേ? വിത്ർ നമസ്കരിക്കാത്ത ആളുകൾ കുറവാണ്. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഓതി, 2-ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂൻ ഓതി, സലാം വീട്ടി അടുത്ത ലാസ്റ്റ് റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ അഊദു ബിൽ ഫലഖ്, ഖുൽ റബ്ബിൻ നാസ്. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ചില ആളുകൾ ഖുൽ അഊദു റബ്ബിൻ നാസ് മാത്രം കൊണ്ട് മതിയാക്കും. അങ്ങനെയല്ല. സുന്നത്ത് എങ്ങനെയാണ്? അവസാനത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതണം, ഖുൽ റബ്ബിൽ ഫലഖ് ഓതണം, ഖുൽ റബ്ബിൻ നാസ് ഓതണം. 3 ഓതി നിസ്കരിക്കണം. അങ്ങനെ തന്നെയാണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ഏറ്റവും കുറഞ്ഞ രൂപം 1 റക്അത്താണ്. പൂർണ്ണമായ രൂപം 3 റക്അത്ത്. പരിപൂർണ രൂപമാണ് എത്ര? 11 റക്അത്ത്. അത് നമസ്കരിക്കുന്ന ആളുകളാണ്. നമ്മൾ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങണ്ടേ? നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് എന്താ ഹാജിയാരെ ഇതുവരെ തുടർത്തിക്കൊണ്ട് വന്ന ഒരു അമലെന്ന് ചോദിച്ചാൽ ആകെ നമുക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. റമദാൻ കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തു വരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? സുബഹി കഴിഞ്ഞ് ഉറങ്ങും. അതാ ഇപ്പൊ ആകെ ഉള്ളത്. ബാക്കിയൊക്കെ പോയിട്ടുണ്ട്. വിത്ർ നിസ്കരിക്കുന്നില്ല, അവ്വാബീനില്ല, സുന്നത്ത് നമസ്കാരങ്ങളില്ല, ദുഹാ നമസ്കാരം ഇല്ല, ഒന്നുമില്ല. എല്ലാം പോയി. ആകെ നമുക്കുള്ള തഹജ്ജുദും പോയി. മറ്റേത് തഹജ്ജുദ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ച, അപ്പൊ അതും ഇല്ലല്ലോ. അത്താഴം കഴിക്കാൻ എഴുന്നേക്കാത്തോണ്ട് അതും പോയി. ആകെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങാണ് ഇപ്പോഴും. വാപ്പായും ഉമ്മായും മക്കളും എല്ലാവരും കൂടി ജമാഅത്തായിട്ട് നിസ്കരിച്ചില്ലേലും കുഴപ്പമില്ല, ജമാഅത്തായിട്ട് ഉറങ്ങുക. ഒരു 8 മണി വരെ ഉറക്കം. ചിലപ്പോൾ സുബഹി പോലും ഇല്ല. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വീട്ടിൽ ബറക്കത്ത് പരിപൂർണമായി ഇല്ലാതാക്കി എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അവർക്ക് സുബഹി നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. സുബഹി നിസ്കരിക്കുന്നില്ലേ, നിങ്ങളുടെ ജീവിതത്തിലുള്ള ബറക്കത്ത് എടുത്തു കളഞ്ഞു എന്നുള്ളതിന് തെളിവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെയേറെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം സഹോദരിമാരെ, ശ്രദ്ധിക്കണം. സുബഹി നമസ്കാരം ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു മാറ്റിയിട്ടുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഖൗമൻ സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശ്ശംസു തഅദിലു ഉംറതൻ താമതൻ താമതൻ താമാ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അവ്വൽ വഖത്തിൽ സുബഹി നമസ്കരിക്കുന്നതായ സമുദായം അവർ സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞോടിയാൽ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിലായി കഴിഞ്ഞോടിയാൽ, പരിശുദ്ധമായ യാസീൻ ഓതുന്നവരില്ലയോ, വാഖിഅ സൂറത്ത് പാരായണം ചെയ്യുന്നവരില്ലയോ, വറുദുൽ ലത്തീഫ് ഓതുന്നവരില്ലയോ, അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നവരില്ലയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരില്ലയോ, അദ്കാർ
ദിനാറുകളും വെറുതുകളുമായി കഴിഞ്ഞുകൂടുന്നവരില്ലയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖൗമൻ സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലുഅ അശ്ശംസു തഅദിലു ഉംറതൻ താമതൻ താമതൻ തമാ. പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമേ. ഈ നിലയിൽ സുബഹി നമസ്കരിച്ച് ഉദയം വരെ ദിക്റിലായി കൂടുന്നവർക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി വലിയ തൗഫീഖ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബഹി നിസ്കരിക്കണം, എന്നിട്ട് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞുകൂടാ. അതിനാ പള്ളിയിലേക്ക് കയറുമ്പോൾ തുലൂ എന്ന് പറഞ്ഞ് പ്രത്യേകം ഉദയം എന്നും പറഞ്ഞുകൊണ്ട് സമയം കൊടുത്തിരിക്കുന്നു കേട്ടാ. കാരണം ഈ ഉദയം മനസ്സിലാക്കി ഹാജിയാർ പള്ളിക്ക് അകത്തോട്ട് കയറുന്ന ഹാജിയാർ അതുവരെ അവിടെ ഇരിക്കാനാ. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കണം. ഇതൊരു തസ്ബീഹ് കഴുത്തിലിട്ടുകൊണ്ട് റൗണ്ട് ചെയ്യുക, പള്ളിയുടെ വെളിയിലോട്ട് ഇറങ്ങുക. എന്നിട്ട് എവിടെയൊക്കെ ഫനായും വസാദും ഉണ്ടോ അതിന്റെ കിതാബ് ഓതി കൊടുത്തുകൊണ്ട് ഹാജിയാർ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ പള്ളിക്കകത്തിരുന്നിട്ട് ദിക്ർ ചൊല്ലണം. ആ സമയത്ത് ഖുർആൻ ഓതണം. ഉദയത്തിന്റെ സമയം വരെ ദിക്റിലും ഫിക്റിലുമായി കഴിഞ്ഞുകൂടുന്നവന് അല്ലാഹു ഉംറ നിർവഹിച്ച പ്രതിഫലം നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി ആ സമയത്ത് ഉറങ്ങാനുള്ളതല്ല. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. പുതിയ തലമുറ മുഴുവനും സുബഹിക്ക് ശേഷം ഉറക്കിലാണ്. ഉസ്താദ്, എന്റെ മകനിതാ MA കഴിഞ്ഞവനാണ്, MPhil കഴിഞ്ഞവനാണ്, ഡോക്ടറേറ്റ് എടുത്തവനാണ്, ഒരുപാട് വിദ്യാഭ്യാസം നുകർന്നവനാണ്, അവൻ അനുയോജ്യമായ ജോലിയില്ല. എത്ര വാപ്പമാരാണ് കരഞ്ഞുകൊണ്ട് പറയുന്നത്, എത്ര ഉമ്മമാരാണ് നൊമ്പരപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുന്നത്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മ വാപ്പ, മക്കൾ സുബഹിയുടെ സമയത്ത് കിടന്ന് ഉറങ്ങിയാൽ അവർക്ക് ബറക്കത്തുണ്ടാവൂല, ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തില്ലയോ, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. അല്ലാഹുവേ പടച്ചറപ്പേ, എന്റെ സമുദായത്തിന് പ്രഭാതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. എന്റെ സമുദായത്തിന് പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കിട്ടാത്തവരായി മാറുമേ. സുബഹിക്ക് ശേഷമുള്ള ഉറക്കം പാടില്ല. ഇന്ന് ആണും പെണ്ണും മക്കളും ഒക്കെ ഇരുന്ന് ഉറങ്ങാൻ. പിന്നെങ്ങനെ മക്കൾ സാലിഹീങ്ങളാകും? മക്കൾക്ക് എങ്ങനെ ഹൈറായ ജോലി കിട്ടും? എങ്ങനെ ഓർമ്മശക്തി ഉണ്ടാകും? എങ്ങനെ ചിന്താശക്തി ഉണ്ടാവും? എങ്ങനെ പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റും? ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷമുറങ്ങ് പരമ സുഖത്തിലേ. ബറക്കത്ത് ജീവിതത്തിൽ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കോളെ. ഉസ്താദിന്റെ വരിയ അല്ലാഹു നമ്മളെ കാക്കട്ടെ. സുബഹി കഴിഞ്ഞ് ഉറങ്ങുന്നവന് ജീവിതത്തിൽ ഒരിക്കലും ബറക്കത്തുണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്ന് പുതിയ തലമുറ അങ്ങനെയാണ്. പഴയ തലമുറ അങ്ങനെയല്ല. രാവിലെ ജോലിക്ക് പോകും, പണിക്ക് പോകും, പരിപാടിയുണ്ട്. ഇന്ന് പുതിയ ജൂൺ ജനറേഷൻ എല്ലാം രാത്രി 3 മണി വരെ ഉറക്കമൊഴിക്കും. എന്താ, ഖുർആൻ ഓതുവാണോ? അല്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ രാത്രി 12 മണിയാവുമ്പോൾ മൊബൈൽ അടുക്കള വെച്ചിട്ട് റീൽസ് കളിച്ചോണ്ടിരിക്കുക, തെന്നത്താര കളിച്ചോണ്ടിരിക്കുക. റീൽസൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞ് വെളുപ്പിച്ച് റാഹത്താക്കിയിട്ട് വേണം 3 മണിക്ക് കിടന്ന് ഉറങ്ങുള്ളൂ. അതുകൊണ്ടെന്നാ ഈ സുബഹി പോയി രാത്രി മുഴുവനും കള്ളു കുടിച്ച് രസിച്ച് രമിച്ച് നിലകൊള്ളുന്ന യുവാക്കളായി യുവതികളായി നമ്മുടെ തലമുറ മാറിയില്ലേ? അള്ളാഹുവിനെ ഓർക്കാത്ത തലമുറകളായി നമ്മുടെ തലമുറ മാറി. നിസ്കാരമില്ലാത്ത, നോമ്പുകളില്ലാത്ത, ഇബാദത്തുകളെ ശ്രദ്ധിക്കാത്ത, പടച്ചറപ്പിന് വേണ്ടി ഇബാദത്തെടുക്കാൻ താല്പര്യമില്ലാത്ത അഭിനവ തലമുറകളായി നമ്മുടെ തലമുറ മാറിയിരിക്കുക. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. എവിടേക്കാണ് നമ്മുടെ പോക്ക്? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാ വത്തബഉ الشهوات فسوف يلقون غيا.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരെ വ്യക്തമായി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഒരു സമുദായം ഇതാ കടന്നു വരും കേട്ടോ. അവസാന കാലഘട്ടം എത്തുമ്പോ അവർ നമസ്കാരത്തെ വൃഥാവിലാക്കുകയാണ്, പാഴാക്കുകയാണ്. അല്ലാഹു സ്വലാത്ത നമസ്കാരത്തെ പാഴാക്കുന്നവരാണ്. സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ഇച്ഛകളെ പിൻപറ്റുകയാണ്. കള്ളുകുടിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്, റീൽസ് കളിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോവുകയാണ്, ഹറാമായ തലത്തിലേക്ക് കാതുകളെ കൊണ്ടുപോവുകയാണ്. ഖുർആൻ കേൾക്കാൻ സമയമില്ല, ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ സമയമില്ല, വാദിന്റെ മജ്‌ലിസിലേക്ക് കടന്നിരിക്കാൻ സമയമില്ല. ഔലിയാക്കൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രേഷ്ഠമാക്കപ്പെട്ട അവരുടെ ഉറൂസുകളോട് താല്പര്യമില്ല. വലിയവരെ കുറിച്ച് തന്നെ മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നതായ ആളുകളില്ലേ, ചെറുപ്പക്കാരില്ലയോ? അള്ളാഹുവിനെ കുറിച്ച് പോലും മോശപ്പെട്ട വർത്തമാനം പറഞ്ഞ് ദൈവമില്ല എന്ന വാദഗതികളുമായി നിരീശ്വരവാദത്തിലേക്ക് പോയ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ യുക്തിവാദികളുണ്ട്, എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ പരിപൂർണമായി തള്ളിക്കളയുന്നതായ ആളുകളില്ലയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരങ്ങളെ തള്ളിക്കളയുന്നതായ ആളുകൾ, അതിനെ പിന്തിക്കുന്നതായ ആളുകൾ, അതിനെ ശ്രദ്ധ കൊടുക്കാത്തതായ ആളുകൾ, സ്വന്തം ശരീരത്തിൻ്റെതാകുന്ന ദേഹേച്ഛകളെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കുന്നതായ ആളുകൾ അവർ തീർച്ചയായും എത്തിച്ചേരുന്നത് നരകത്തിൻ്റെതായ ഒരു വലിയ ഭാഗത്താണ്, ഒരു ചെരിവിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താണ് വയ്യ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാദിം ഫീ ജഹന്നമ, കത്തിച്ചൊലിക്കുന്ന ജഹന്നം എന്ന നരകത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു ചെരിവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് അവരെ അല്ലാഹു വലിച്ചെറിയും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് അല്ലാഹുഹ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മഅനാഹ ഐ അല്ലാഹുഹ, നമസ്കാരത്തെ പരിപൂർണമായി ഇല്ലാതാക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ഐ അല്ലാഹുഹ, നമസ്കാരത്തെ പരിപൂർണമായി ഒഴിവാക്കുന്നു എന്നല്ല അർത്ഥം. മറിച്ച് എന്താണ്? അഖറുഹ അൻ ഔഖാതിഹ, നമസ്കാരം അതിന്റെ യഥാർത്ഥ സമയത്തെ തൊട്ട് പിന്തിക്കുന്നവരാണ്. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇമാമു താബീനാണ്, താബീങ്ങളുടെ നേതാവാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാ അല്ലാഹു സ്വലാ, നമസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാ യുസല്ലി അൽളുഹറ حتى يأتي العصر وألا يصلي العصر حتى يأتي المغرب وألا يصلي المغرب حتى يأتي العشاء وألا يصلي العشاء حتى يأتي الفجر وألا يصلي الصبح إلى طلوع الشمس. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ളുഹർ നമസ്കാരം അസർ വരെ പിന്തിക്കുന്ന ആളുകളാണ്, അസർ നമസ്കാരത്തെ മഗ്രിബ് വരെ പിന്തിക്കുന്ന ആളുകളാണ്, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിക്കുന്നവരാണ്, ഇശായിനെ സുബ്ഹി വരെ പിന്തിക്കുന്നതായ ആളുകളുണ്ട്. അത്തരക്കാരായ ആളുകളാണ് ഫസൗഫ യൽഖൗന ഗയ്യാ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ മാത വഹുവ മുസ്സിറുൻ അലാ ഹാദിൽ ആലാ, ആരെങ്കിലും ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ഈ രീതിയിലാണ് അവൻ മരണപ്പെടുകയും ചെയ്താൽ, വലം യതൂബ ഇലല്ലാഹി തൗബതൻ നസൂഹാ, അല്ലാഹുവിനോട് അവൻ തൗബ ചെയ്യാതെയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എങ്കിൽ, എല്ലാ ദിവസവും സുബഹി നമസ്കരിക്കുന്നത് അവനതാ സൂര്യനതാ ഉദിച്ചതിന് ശേഷമാണ്, എല്ലാ ദിവസവും സുബഹി നമസ്കരിക്കുന്നത്
ഇതേ രീതിയാണ്. എല്ലാ ദിവസവും ളുഹർ നമസ്കരിക്കുന്നത് അസറിലേക്ക് പിന്തിച്ചിട്ടാണ്. എല്ലാ ദിവസവും അസർ നമസ്കരിക്കുന്നത് മഗ്രിബിലേക്ക് പിന്തിച്ചിട്ടാണ്. എല്ലാ ദിവസവും മഗ്രിബ് നമസ്കരിക്കുന്നത് ഇശായിലേക്ക് പിന്തിച്ചിട്ടാണ്. എല്ലാ ദിവസവും ഇശാ നമസ്കരിക്കുന്നത് വളരെ വൈകിയാണ്. ഈ രീതിയിൽ ആരെങ്കിലും നമസ്കരിക്കുന്നവരുണ്ടോ? വമൻ സല്ലല്ലാഹു കദാ, ആരെങ്കിലും ഈ രീതിയിൽ നമസ്കരിക്കുകയും വലം യതുബ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാതെയാണ് അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എങ്കിൽ അല്ലാഹു അവന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നരകത്തിൻ്റെതാകുന്ന വാദിയായ വയ്യെന്ന് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു കാക്കുമാറാവട്ടെ. നരകത്തിന്റെ ഒരു ചെരുവ് അല്ലാഹു അവന് കൊടുത്തു. വലിയ വിഷയമാണത്, ചെറിയ കാര്യമല്ല. നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ നിസ്കാരം എന്താണ്? പിന്തിച്ച് നിസ്കരിക്കുക. അങ്ങനത്തവന്റെ കാര്യം ഇപ്പൊ പറയുന്നു. അവന് നരകത്തിന്റെ ഒരു ഭാഗം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കരിക്കാത്തവരുടെ കാര്യം പറയേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സ്വലാത മുതഅമ്മിദാ, ആരെങ്കിലും നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ഇസ്മഹു അലാ ബാബി നാരി ജഹന്നമ, ജഹന്നം എന്ന നരകത്തിന്റെ വാതിക്കൽ അവന്റെ പേര് എഴുതുകയാണ്. മിമ്മയദുഖുലഹാ, ആ നരകത്തിൽ പ്രവേശിപ്പിക്കേണ്ടവനാണ് അവൻ എന്ന അർത്ഥത്തിൽ നരകത്തിൽ എന്നെ തുടക്കത്തിൽ തന്നെ അവന്റെ പേര് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നരകത്തിന്റെ വാതിൽക്കൽ തന്നെ അവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാവും. ഹാജിയാര് ബാ ഇങ്ങോട്ട് പോരെ, ഹാജിയാരെ വിളിച്ച്. ഹാജിയാരുടെ പേരെയാണിത്. ഏത്? നരകം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനഃപൂർവ്വം ഉപേക്ഷിച്ചാലുള്ള അവസ്ഥയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനത്തെ ആളുകളുണ്ട്. ഇന്ന് നിരീശ്വരവാദത്തിലേക്ക് പോകണല്ലോ, യുക്തിവാദത്തിലേക്ക് പോകണല്ലോ. കള്ളുകുടിച്ചും ലഹരി നുണഞ്ഞും പടച്ചറബി ഇല്ല എന്ന വാദഗതികൾ ഉന്നയിക്കുന്നത് പുതിയ തലമുറയിലേതാകുന്ന യുവാക്കളും യുവതികളുമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എത്ര ചെറുപ്പക്കാരാണ്, എത്ര ആളുകളാ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പരാജയത്തിന്റെ അഹ്ലുകാരെ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ട ആളുകളെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുത് അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ദുആയിൽ ആമീൻ പറഞ്ഞ് നിലകൊള്ളുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ശേഷം ചോദിക്കുകയാണ്, അതദറൂന മൻ ശഖിയുൽ മഹ്റൂം, അതദറൂന മൻ ശഖിയുൽ മഹ്റൂം, ആരാണ് ഈ പരാജയത്തിന്റെ വാഹകർ എന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബ? ഫഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയെ, അറിയിച്ചു നൽകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്ത് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മേളിക്കാത്ത സർവ്വ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെടുന്നതായ ഏറ്റവും വലിയ പരാജയത്തിന്റെ പടുകുഴിൽ അകപ്പെട്ടു പോയവന് ആരെന്നറിയുമോ? താരിഖു സ്വലാ, താരിഖു സ്വലാ. ബാങ്ക് മുഴങ്ങുന്നത് കേട്ടിട്ട് നമസ്കാരത്തെ വൃഥാവിലാക്കി കളയുന്ന സഹോദരങ്ങളില്ലയോ? അതിനെ നിസാരവൽക്കരിക്കുന്ന സഹോദരിമാരില്ലയോ? അവരാണ് റബ്ബിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെട്ടവരെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ ബാഗ് തോളിലെടുത്ത് വെച്ചുകൊണ്ട് സ്കൂളിലേക്ക് തിരിക്കുന്ന എത്രയോ സഹോദരിമാര് ളുഹറില്ല, അസറില്ല, നമസ്കാരമില്ല. മഗ്രിബിന്റെ സമയത്ത് വന്നാൽ പോലും നമസ്കാരത്തെ ശ്രദ്ധ വെക്കുന്ന ആളുകളില്ല. മോളെ നിസ്കരിക്കൂ എന്ന് ഉമ്മ പറയുമ്പോ എനിക്ക് അശുദ്ധിയാണെന്ന് കളവ് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ പിന്തിക്കുന്നതായ എത്രയോ മുസ്ലിം സഹോദരിമാരുണ്ട്. ഭർത്താവ് ഭാര്യയോട് പറയാണ് നിസ്കരിക്കൂ എന്ന് പറയുമ്പോ കളിതമാശയിൽ ഏർപ്പെട്ടുകൊണ്ട് എനിക്ക് പീരീഡാണ്, എനിക്കിപ്പോൾ നമസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനോട് നിസാരവൽക്കരിക്കുന്നതായ എത്രയോ സഹോദരിമാരുണ്ട്. ആഖിറം നഷ്ടമാ, പരലോകം അദാബാണ്, അദാബാണ്. നമസ്കരിക്കാത്തവന്റെ പേരിൽ തന്നെ
പ്രത്യേകമായി നരകത്തിന്റെ വാതിൽ അല്ലാഹു എഴുതി വച്ചിരിക്കുകയാണ്. നരകത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗാവകാശികൾ നരകത്തിന്റെ വാഹകരോട് ചോദിക്കുന്ന രംഗത്തെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. നാളെ നരകത്തിന്റെ വാഹകര് നരകത്തിൽ കടന്നുകൊണ്ട് പ്രയാസപ്പെടുന്നത് കാണുമ്പോ ഈ ദുനിയാവിൽ അവർ വിജയികളാണെന്ന് തെറ്റിദ്ധരിച്ചതായ സാലിഹീങ്ങൾ അവരിതാ നരകത്തിൽ പ്രവേശിച്ചത് കാണുമ്പോ കൂട്ടുകാരോട് ചോദിക്കുകയാണ്, മാ സലകകും ഫീ സഖർ, എന്താണ് ഈ സഖർ എന്ന നരകത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം എന്താണ്? ഈ നരക കൊണ്ടാരത്തിലേക്ക് അല്ലാഹു നിങ്ങളെ വലിച്ചെറിയാനുള്ള കാരണം എന്താണ്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ലം നകു മിനൽ മുസല്ലീൻ. നരകത്തിൽ പ്രവേശിക്കപ്പെട്ടതായ ആളുകൾ ആ നരകത്തിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, നമസ്കാരത്തെ ശ്രദ്ധ വെക്കുന്നവരായിരുന്നില്ല. പള്ളിയുടെ മിനാരങ്ങളിൽ ബാങ്ക് മുഴങ്ങുമ്പോ ആ ബാങ്കിനെ തൃണവൽ ഗണിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്, അതിനെ ശ്രദ്ധിക്കാതെ പോയവരാണ്. അതുകൊണ്ട് കാരണത്താലാണ് ഞങ്ങൾ ഈ സഖർ എന്ന നരകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടതെന്ന് നരകാവകാശികൾ പറയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ ബാങ്ക് നിസ്സാരമാക്കി കളയുന്ന മുസ്ലിമേ, ബാങ്കിനെ നിസ്സാരവൽക്കരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാതിലേക്ക് ഈയമൊരുക്കി ഒലിക്കുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലഅൻ തംതലി ഔദനാ ഇബ്നി ആദമ റുസാസൻ മുദാബാ മിൻ അൻ യസ്മഅ ഹയ്യ അല സ്വലാഹ് വ ഹയ്യ അലൽ ഫലാഹ് ثم لا يجيب. ഈ ദുനിയാവിൽ ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നിങ്ങളുടെ കാതുകളിലേക്ക് അലയൊലി കൊള്ളുമ്പോ ഹയ്യ അല സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരൂ, വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുകൾ മുഴങ്ങുമ്പോ ആ ബാങ്കിനെ നിസ്സാരവൽക്കരിക്കുന്നതായ ഏതൊരു മുസ്ലിം ഉണ്ടോ, അതിന് ഉത്തരം കൊടുക്കാത്തവരുണ്ടോ, ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാത്തവരുണ്ടോ, വീടിനകത്തലങ്ങൾ അവ്വൽ വഖത്തിൽ നമസ്കരിക്കാതെ സീരിയൽ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടോ, സിനിമാ പാട്ടുകളെ രാഗത്തോടുകൂടി കേട്ടുകൊണ്ട് രാത്രിയോടെ ആ മംഗളയും പകൽ സമയങ്ങളിലും ബാങ്ക് വിളിക്കുന്ന നേരത്തെ അതിനെ ഗൗനിക്കാതെ പോകുന്ന ഉമ്മമാരുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലൻ തംതലി ഔദനാ ഇബ്നി ആദമ റുസാസൻ മുദാബാ, സ്ഫടികമുരുക്കിയവന്റെ ചെവിയിലെ കൊഴിക്കലാണ്. ബാങ്ക് കേട്ടിട്ട് ഉത്തരം കൊടുക്കാതിരിക്കുന്ന മനുഷ്യന്റെ കാതിലേക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് അവന് വേണ്ടി നൽകുന്നതായ ശിക്ഷയാണ്. ബാങ്കിനെ നിസ്സാരവൽക്കരിക്കുന്നവരെ നാളെ ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ചാൽ തന്നെ പോയി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മൻ തകല്ലമ ബൈനൽ അദാനി യതലജലജു ലിസാനുഹു ഇൻദൽ മൗത്ത്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിച്ചാൽ കലിമ ഉച്ചരിക്കാൻ സാധ്യമല്ല. സക്കറാത്തിന്റെ ഹാലിൽ വല്ലാതെ പ്രയാസപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പഴയ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് പുതിയ കാലഘട്ടം ബാങ്ക് വിളിക്കുമ്പോഴും ഓളിയും കൂട്ടി വെച്ചേക്കാം. ബാങ്ക് വിളിക്കുന്നുണ്ട്, അത് കേൾക്കണ്ട, ഓളിച്ചിരി ഓളിയും സിനിമാ പാട്ടിച്ച് ഓളിത്തിട്ടുണ്ടോട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നിസ്കാരം നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരാളോടും വെറുപ്പും വിദ്വേഷവും വൈരവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായ റമളാൻ നമുക്ക് കിട്ടുകയുമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മാതാപിതാക്കളുടെ പൊരുത്തം വേണം. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടണമെങ്കിൽ തന്നെ വാപ്പാ ഉമ്മാടെ പൊരുത്തം വേണം. അവരെ വേദനിപ്പിക്കുന്നവരാകാൻ പാടില്ല. കുടുംബബന്ധം ചേർക്കുന്നവരാകണം, കുടുംബബന്ധം ചേർക്കുന്നവരാകണം. ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം. അവർക്ക് റമളാൻ ഒരിക്കലും കിട്ടൂല ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നവർ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാർ, ലഹരി നുണയുന്ന സഹോദരങ്ങൾ സഹോദരിമാർ ചെറുപ്പക്കാർക്കിടയിൽ വല്ലാതെ കൂടി വരിക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ,
ഈ ദുനിയാവിൽ ആരെങ്കിലും കള്ളു കുടിച്ചാൽ ഇന്നാലല്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖംറ അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെ, ലഹരി നുണയുന്നവരെ, പാൻപരാഗ് അടിക്കുന്നവരെ, ഹശീഷ് ഉപയോഗിക്കുന്നവരെ, MDMA LSD അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളും സിന്തറ്റിക് ലഹരികളും ഒക്കെ ഉപയോഗിക്കുന്നതായ മുസ്ലിം ചെറുപ്പക്കാരാ സഹോദരി, നാളെ ആഖിറത്തിൽ പടച്ചറപ്പ് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു പാനീയം നൽകുമത്രേ. എന്താണ് അതിന്റെ പേര്? തീനത്തുൽ ഖബാൽ. തീനത്തുൽ ഖബാൽ എന്ന ഒരു ബ്രാൻഡ് നാളെ നിങ്ങൾക്ക് നൽകും. പ്രത്യേകം ചോദിച്ചു വാങ്ങിച്ചോണം. ഇവിടെ കള്ളു കുടിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്ക് ഇല്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ ആ ബ്രാൻഡ് ഒന്ന് അവിടെ പോയി മലക്കളോട് ചോദിക്കണം, തീനത്തുൽ ഖബാൽ ഒരു കുപ്പിയും എടുത്ത് അടിക്കാനായിരുന്നു ഉസ്താദ് പറയുന്നത് കേട്ടായിരുന്നു. ചോദിച്ചു വാങ്ങിച്ചു. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും കള്ളു കുടിക്കുന്നവൻ, ലഹരി നുണയുന്നവൻ, MDMA LSD ഒക്കെ അടിച്ച് സ്വന്തം മാതാവിനെ പോലും കൊടുവാട് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തി അരുംകൊല ചെയ്തതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരുള്ള കാലഘട്ടമാണ് നമ്മുടെ കേരളം. എന്തിനാണ് മോനെ ഈ നീചവൃത്തി ചെയ്തത് എന്ന് ചോദിക്കുമ്പോ, എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് എന്റെ പ്രിയപ്പെട്ട മാതാവിനെ ഞാൻ കൊല നടത്തിയത് എന്ന് കൊടുവാള് കൊണ്ട് വെട്ടി നുറുക്കി കൊന്നതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ ലോകത്തോട് വിളിച്ചു പറയുക. എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത്? വിദ്യാർത്ഥിയുടെ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് അധ്യാപകൻ അവനെ ശാസിക്കുമ്പോ, പുറത്തോട്ടിറങ്ങി നിന്നെ കാണിച്ചു തരാമടാ എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ ഉള്ളതാകുന്ന കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അധ്യാപകരോട് പറയാ, ഈ പുറത്തോട്ടിറങ്ങി നിന്നെ ഞാൻ തീർത്തു തരാം. അള്ളാണ് നിന്നെ ഞാൻ തീർക്കുക. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സ്വന്തം പിതാവിന്റെ പുറത്തു വന്നടിക്കുന്നതാകുന്ന മറ്റൊരു ചെറുപ്പക്കാരന്റെ ചിത്രവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. ലഹരിയുടെ ലോകം എവിടം വരെ എത്തിച്ചേർന്നു. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ആരോടാണ് നബിയെ വെച്ച് പുലർത്തേണ്ടത് എന്ന് ഒരനുയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ 3 വട്ടം നബി തങ്ങൾ ചൂണ്ടി പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ്, നിന്റെ മാതാവിനോടാണ്. 4ാമതായി നബി തങ്ങൾ പറഞ്ഞത്, അഥവാ ഉമ്മ കഴിഞ്ഞാൽ അടുത്തത് നിന്റെ പിതാവിനോടാണ്. എന്താണ് 3 വട്ടം ഉമ്മയെ പറയാനുള്ള കാരണം? 3 സ്ഥാനം ഉമ്മയ്ക്ക് വാപ്പയേക്കാൾ കൂടുതലുണ്ട്. തഴവാ ഉസ്താദ് ലോകരെ പഠിപ്പിക്കുകയാണ്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ. 9 മാസവും 10 ദിവസവും ഗർഭം ചുമന്ന് നിന്നെ കൊണ്ട് നടന്നത് പ്രിയപ്പെട്ട ഉമ്മയാണ്. തീർന്നില്ല. പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. നിന്നെ നൊന്ത് പ്രസവിച്ചത് പ്രിയപ്പെട്ട മാതാവാണ്. അതുകൊണ്ട് 2ാം സ്ഥാനവും ഉമ്മയ്ക്ക് തന്നെയാണ്. തീർന്നില്ല. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. നിന്നെ നൊന്ത് പ്രസവിക്കുക മാത്രമല്ല, 2 വർഷത്തോളം മുലപ്പാൽ നൽകി താരാട്ടുപാടി രാഗത്തോടുകൂടി നിന്നെ ഉറക്കിയത് പ്രിയപ്പെട്ട ഉമ്മയാണ്. ഈ 3 കാര്യങ്ങളും വാപ്പ ഒഴിവാണ്. അതുകൊണ്ട് തന്നെ ഉമ്മയെ പ്രത്യേകമായി ഗൗനിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ആ ഉമ്മ ജന്മം നൽകിയതിന് ഉമ്മയെ കൊടുവാട് കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചുകൊണ്ട് അരുംകൊല നടത്തുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് മാറിയില്ലേ? ഉള്ളിൽ കിടക്കുന്ന സിന്തറ്റിക് ലഹരി, രാസലഹരി എത്രത്തോളം ജനങ്ങളെ മലീമസമാക്കുകയാണ്. ഇന്ന് നമ്മുടെ തലമുറ ഉപയോഗിക്കുന്നത് കള്ളല്ല, കള്ളക്ക മാറി. ഇന്ന് MDMA LSD അടക്കമുള്ള മാരകമാകുന്ന സിന്തറ്റിക് ലഹരികളാണ്, രാസലഹരികളാണ്. MDMA എന്ന് പറയുന്ന പഞ്ചസാര തരി പോലെയുള്ള വെള്ളത്തരിയാണ്. ഇത് നാക്കിനടിയിലേക്ക് വെച്ചാൽ 16 മണിക്കൂറാണ് അതിന്റെ ഉന്മാദം നിൽക്കുക. ലഹരി എത്ര നേരം ഉണ്ടാവും? 16 മണിക്കൂറാണ് ശാസ്ത്രം പറയും.
മാത്രമല്ല 48 മണിക്കൂറിനുള്ളിൽ ഇവൻ ഇതിന് അഡിക്റ്റ് ആവുകയാണ്. പിന്നെ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ വയലന്റ് ആവും. അപ്പൊ സ്വന്തം ഉമ്മയെ കൊല്ലും, ഉമ്മാടെ താലിമാരെടുത്ത് പണയം വെക്കും, വേണേ കൊണ്ടേ വിൽക്കും, അപ്പാടെ പോക്കറ്റ് അടിക്കും, അപ്പാടെ കൂമ്പിനിടിക്കും. പൈസ വന്നില്ലെങ്കിൽ എന്തിനു ചെയ്യും? അടിയും വഴക്കുണ്ടാക്കും, വീട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കും. പാപ്പയും ഉമ്മയും പോലും അറിയാതെ വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെക്കും. എങ്ങനെയെങ്കിലുമൊക്കെ പൈസ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. അതാണ് ഉദ്ദേശം, വേറൊരു പണിയില്ല. കാരണം ഈ സാധനം കിട്ടണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതിലിപ്പോ എല്ലാവരും ഉൾപ്പെട്ടു.